ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന ക്ഷേത്രത്തിലെത്തി സച്ചിക്ക് വേണ്ടി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രസാദത്തിനായി കാത്തു നിൽക്കുമ്പോഴാണ് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് ഗോകുൽ എത്തുന്നത്. ഗോകുൽ അരികിൽ വന്ന് തൊഴുതു നിൽക്കുമ്പോഴേക്കും കണ്ണു തുറന്നു നോക്കുന്ന അർച്ചന അരികിൽ നിൽക്കുന്ന ഗോകുലിനെ കണ്ടു ഞെട്ടി. ഗോകുൽ ചോദിച്ചു, എന്താടോ താൻ എന്നോട് പറയാതെ നേരത്തെ ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല, ഗോകുലിന് ഓഫീസിലേക്ക് പോകണല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഗോകുൽ അർച്ചനയോട് പറഞ്ഞു, എന്തായാലും താൻ തൊഴുതിട്ട് വാ എന്ന് പറഞ്ഞ് ഗോകുലും അവിടെ തൊഴുതു നിൽക്കുമ്പോഴേക്കും അർച്ചന വല്ലാത്ത ടെൻഷനിലാകുന്നു. അവിടെ വന്ന് എത്തിയിട്ടുള്ള ആ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും പുഷ്പാഞ്ജലിക്കായി രസീത് ഷീറ്റാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അർച്ചന ആകെ ഭയന്ന് നിൽക്കുകയാണ്. സച്ചിയേട്ടന്റെ പേര് വിളിച്ച് തന്റെ കയ്യിലേക്ക് തിരുമേനി ആ പുഷ്പാഞ്ജലി തരുമ്പോഴേക്കും, ആ പ്രസാദം തരുമ്പോഴേക്കും അത് കേട്ടു നിൽക്കുന്ന ഗോകുലിന് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. താൻ ഇത്രയും നാളും ഗോകുലിനെ വഞ്ചിക്കുകയായിരുന്നെന്നും സത്യം തിരിച്ചറിഞ്ഞിട്ട് കൂടി എല്ലാം മനസ്സിലാക്കിയിട്ടും ഗോകുലിനോട് തുറന്നു പറയാതെ ഇങ്ങനെ നിൽക്കുന്നത് വലിയൊരു വഞ്ചനയല്ലേ എന്നുമൊക്കെ ഓർത്ത് ഭയന്ന് നിൽക്കുന്ന അർച്ചന അപ്പോഴേക്കും ഗോകുൽ തന്റെ അരികിൽ നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാതെ ആകെ വല്ലാത്ത ടെൻഷനിലായിരുന്നു അർച്ചന. അപ്പോഴേക്കും അവിടേക്ക് വന്ന അദ്ദേഹം അവിടെ നിന്ന് ഓരോരുത്തരുടെയും പേരുകൾ വിളിച്ച് പുഷ്പാഞ്ജലി കൊടുത്തുകൊണ്ടിരുന്നു. അടുത്തത് സച്ചിയുടെ പേരാണല്ലോ വരാൻ പോകുന്നതെന്നും സച്ചിയുടെ പേര് ഉടനെ വിളിക്കുമല്ലോ എന്ന ടെൻഷനിൽ അർച്ചന അങ്ങനെ ആശങ്കയോടെ നിൽക്കുമ്പോൾ ഗോകുൽ അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, എടോ താൻ പ്രസാദം വാങ്ങിച്ചിട്ട് വാ, ഞാൻ അപ്പുറത്തൊക്കെ തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുൽ അവിടുന്ന് പോകുന്നതോടെ അർച്ചന അല്പനേരത്തേക്ക് ആശ്വാസത്തോടെ നിന്നു. ഉടനെ തന്നെ ഗോകുൽ അവിടെ നിന്ന് മാറിയതും തിരുമേനി സച്ചിദാനന്ദ് കാർത്തിക നക്ഷത്രം എന്ന് വിളിച്ചു. അത് കേട്ടതും വേഗം തന്നെ അർച്ചന അരികിലേക്ക് ചെന്ന് തന്നോളൂ തിരുമേനി എന്ന് പറഞ്ഞ് ആ പ്രസാദം വാങ്ങിച്ചു. അങ്ങനെ പ്രസാദം വാങ്ങിച്ച് പ്രാർത്ഥനയോടെ ഭഗവാന്റെ മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ ഇതൊന്നും അറിയാതെ അപ്പുറത്ത് മാറി നിന്ന് തൊഴുത് അപ്പുറത്ത് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോയി അവിടെയെല്ലാം തൊഴുതു നിൽക്കുന്ന ഗോകുലിനെ കണ്ട് സമാധാനത്തോടെ അർച്ചന നിന്നു. അതിനുശേഷം എന്റെ സച്ചിയേട്ടൻ ഒരു ആപത്തും വരുത്തരുതേന്നും എത്രയും വേഗം സച്ചിയേട്ടൻ അരികിലേക്ക് തനിക്ക് മടങ്ങിപ്പോകാൻ കഴിയണേ എന്നും എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകണമേ എന്നും സച്ചിയേട്ടന്റെ മനസ്സ് ഞാൻ മൂലം വല്ലാതെ വേദനിച്ചിട്ടുണ്ടെന്നും അതിനൊക്കെ എനിക്ക് ശശിയോടനോട് മാപ്പ് പറയണമെന്നൊക്കെ അർച്ചന മനസ്സിൽ ഭഗവാനോട് മാപ്പ് അപേക്ഷിച്ച് തന്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അർച്ചന പ്രസാദവുമായി നേരെ നടന്നു നീങ്ങുമ്പോഴേക്കും ഗോകുൽ തൊഴുത് നേരെ അരികിലേക്ക് എത്തി. ഉടനെ പ്രസാദം പിടിച്ചുകൊണ്ട് അർച്ചന നടന്നു വരുന്നതും ഗോകുൽ അർച്ചനയുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങിച്ചു. എന്നിട്ട് അതിൽ നിന്ന് പ്രസാദം തൊടാനായിട്ട് ഗോകുൽ അത് തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും അർച്ചന വല്ലാത്ത ടെൻഷനിലായി. അതിൽ സച്ചിദാനന്ദ് കാർത്തിക നക്ഷത്രം എന്ന് എഴുതിയിരിക്കുന്നത് സച്ചിദാനന്ദൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടാൽ അതോടെ സച്ചിയേട്ടനെ താൻ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം ഗോകുലിന് മനസ്സിലാവുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അർച്ചനയുടെ മനസ്സിനെ അലട്ടി. ഭയത്തോടെ അർച്ചന ആ പ്രസാദം ഗോകുലിന്റെ കയ്യിലേക്ക് കൊടുത്തത്. ഗോകുൽ അത് വാങ്ങിച്ച് കുറെ നേരത്തേക്ക് അർച്ചനെ നോക്കി പുഞ്ചിരിയോടെ നിന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ദൈവത്തിന്റെ ഇടപെടൽ എന്നോണം എവിടെ നിന്നോ വന്ന ഒരു കാറ്റ് ആ ഇല തുറന്നതും ആ പ്രസാദത്തിന്റെ ഇല തുറന്നതും അതിലേക്ക് ആ കാറ്റടിച്ച് ആ റെസീറ്റിൽ പേരെഴുതിയിരിക്കുന്ന ആ ഭാഗം മറിഞ്ഞു പോകുന്നു. അതോടെ അർച്ചന ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ചു നിന്നു. തന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഉള്ളം കൈയിൽ പിടിച്ചുകൊണ്ടാണ് ദേവിക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ അർച്ചന നിന്നത്. അതുകൊണ്ട് തന്നെ ദേവി തന്നെ കാത്തു രക്ഷിച്ചു എന്ന സമാധാനത്തിൽ താലിയിൽ പിടിച്ചുകൊണ്ട് അർച്ചന നിൽക്കുമ്പോഴേക്കും ഗോകുൽ പ്രസാദം എടുത്ത് തൊട്ടതിന് ശേഷം അത് തിരികെ അർച്ചനയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് വാടോ എന്ന് പറഞ്ഞ് ഗോകുൽ അർച്ചനയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം സച്ചിയുമായിട്ട് ആരതി വർമ്മയും ബിജുക്കുട്ടനും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം സച്ചിയെ വേണ്ടത് വിധം രണ്ടുപേരും ഉപദേശങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു. സച്ചി കാറിൽ അങ്ങനെ വേദനയോടെ ഇരിക്കുമ്പോഴേക്കും അടുത്തിരുന്ന ആരതിയോട് ആരതി സച്ചിയോട് പറഞ്ഞു, ഇനിയെങ്കിലും ഇതുപോലുള്ള കടുകയൊന്നും ചെയ്യരുത്. സച്ചിയൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആരതി പറഞ്ഞു, ഒരുപക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ച കാര്യം ഒരു കാരണവശാലും അവരോട് പറയരുത്. കാരണം അവരാരും അത് സഹിക്കില്ല. അവരുടെ എല്ലാവരുടെയും കൂട്ടക്കരച്ചിലായിരിക്കും പിന്നെ ആ വീട്ടിലുണ്ടാവുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യം സച്ചി അവിടെ ആരുടെയും മുന്നിൽ അറിയിക്കരുത് എന്ന് സച്ചിയോട് ആരതി വർമ്മ ആവശ്യപ്പെട്ടു. അത് കേട്ടതും ബിജുക്കുട്ടൻ പറഞ്ഞു, അതെ, ഇപ്പോ ഈ ഇരിക്കുന്നവനുണ്ടല്ലോ, ഇവന് എന്ത് വേണേലും ചെയ്യാവല്ലോ. അവൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവൻ ഇന്നലെ എടുത്ത് ചാടിയതല്ലേ. എന്നാ ഇപ്പൊ എന്താകുമായിരുന്നു ഈ കാണുന്നവനുണ്ടല്ലോ. സത്യത്തിൽ ഈ സമയത്ത് ഇന്നലെ ആ തുറക്കാരുടെ കണ്ണിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഇരിക്കുന്നവൻ ഈ സമയത്ത് ഒരു ആംബുലൻസിന്റെ സൈറൺ മുഴക്കിക്കൊണ്ട് ഇതിലെ കടന്നു പോകുമായിരുന്നു. അപ്പോഴും അവന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രം കാണുമായിരുന്നു എന്ന് ബിജുക്കുട്ടൻ പറഞ്ഞു. ഇവിടെ സച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വീട്ടിൽ ചെന്ന ഇക്കാര്യം എങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ്
ബിജുക്കുട്ടന്റെ കണ്ണുകൾ നിറയുമ്പോഴേക്കും കണ്ണുനീര് തുടയ്ക്കുന്ന ബിജുക്കുട്ടനെ നോക്കി സച്ചി ചോദിച്ചു, എന്നിട്ട് നീ എന്തിനാടാ കരയുന്നത് എന്ന് ചോദിച്ചതും, അതെ സന്തോഷം കൊണ്ടാടാ ഞാൻ കരയുന്നത് എന്തിനാണെന്ന് കണ്ടില്ലേ വക്കീലെ അവൻ ചോദിച്ചത് എന്ന് പറഞ്ഞ് ഉടനെ ബിജുക്കുട്ടൻ ദേഷ്യത്തോടെ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. ഇവന് ഓരോന്നൊക്കെ അങ്ങ് ചെയ്താൽ മതിയല്ലോ, ആംബുലൻസിൽ ചത്തുമലച്ചങ്ങ് കിടന്നാൽ മാത്രം മതിയല്ലോ, ബാക്കിയുള്ളവരുടെ നെഞ്ചല്ലേ പൊടിയുന്നത്, മറ്റുള്ളവർ ആണല്ലോ വേദന മുഴുവൻ തിന്നേണ്ടത് എന്ന് പറഞ്ഞ് ബിജുക്കുട്ടൻ വിഷമത്തോടെ ഓരോന്ന് പറയുമ്പോൾ സച്ചി എന്ത് പറയണമെന്നറിയാതെ ആകെ തകർന്നങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിയുടെ അടുത്തിരുന്ന് ആരതി പറഞ്ഞു, സച്ചി ഇനിയെങ്കിലും സച്ചി ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. സത്യത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് സച്ചി ഇവിടെ വരെ വന്നത്. എത്ര വർഷക്കാലമായിട്ടുള്ള സച്ചിയുടെ കാത്തിരിപ്പാണ്. ഇനി കുറച്ചു നാൾ കൂടി കഴിഞ്ഞാൽ എത്രയോ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. അർച്ചനയും കുഞ്ഞും സച്ചിക്ക് അരികിലേക്ക് എത്തും. സച്ചിക്ക് നഷ്ടമായതെല്ലാം തിരികെ കിട്ടും. പിന്നെ എന്തിനാണ് സച്ചി ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് സച്ചിയെ ഉപദേശിക്കുകയാണ് ആരതി. എന്തായാലും ഇനി ഇതുപോലുള്ള പൊട്ടബുദ്ധികളൊന്നും തോന്നരുത് എന്ന് പറഞ്ഞപ്പോ, എന്തിനും ഞങ്ങളില്ലേടാ നിന്റെ കൂടെ എന്ന് ബിജുക്കുട്ടൻ ചോദിച്ചു. എന്ത് പ്രശ്നത്തിനും ഞങ്ങളുണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നിന്റെ ഒപ്പം ഇല്ലേ, പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ വേണ്ടാത്ത ചിന്താഗതിയുമൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങിയത് എന്ന് ചോദിച്ച് സച്ചിയെ വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ട് ബിജുക്കുട്ടൻ കാർ ഡ്രൈവ് ചെയ്തു. അപ്പോഴേക്കും ഭാരതി പറഞ്ഞു, സച്ചി ഇനി ഇതുപോലെയൊന്നും ഒരിക്കലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് മുന്നിലൂടെ കടന്നു പോയിട്ടുള്ളത്. അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയില്ലേ, ഇനിയും അത് തന്നെയാണ്, ഞങ്ങളുണ്ടല്ലോ സച്ചി എന്തിനും കൂടെ എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് സച്ചിക്ക് ധൈര്യം പകർന്നു കൊടുത്ത് ആരതി സച്ചിയെ നോക്കുമ്പോഴേക്കും സച്ചി ആകെ വേദനയോടെ ആരതിയുടെ മുഖത്തേക്ക് നോക്കി. എല്ലാം ശരിയാവുമെന്നും ആത്മവിശ്വാസത്തോടെ ഇരിക്കാനും പറയുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ സച്ചി ഒരു മൂകനെ പോലെ അങ്ങനെ ഇരുന്നു. എല്ലാവരും സച്ചിയുടെ ഒപ്പമുള്ള ഞങ്ങളെ എല്ലാവരെയും സച്ചി എന്തുകൊണ്ട് മറന്നു പോകുന്നു? ചുറ്റിനുമുള്ളവർ സച്ചിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് അത് സച്ചി കാണാതെ പോയത് എന്തുകൊണ്ടാണ് എന്നെല്ലാം ചോദിച്ച് ഇനി ഒരിക്കലും ഇതുപോലൊരു തെറ്റ് ആവർത്തിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ ആശ്വസിപ്പിച്ച് ബിച്ചുകുട്ടനും ആരതിയും കൂടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോഴാണ് അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വൃന്ദാവനത്തില് മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹയുടെ മുന്നിലേക്കാണ് കാറിൽ വന്ന് സച്ചിയും ആരതിയും ബിജുക്കുട്ടനും കൂടി ഇറങ്ങിയത്. കാറിൽ നിന്ന് ഇറങ്ങിയ സച്ചിയെ കണ്ടതും ഏട്ടാ എന്ന് വിളിച്ച് ചൂല് മാറ്റിയിട്ടിട്ട് വേഗം സ്നേഹ അരികിലേക്ക് ഓടിച്ചെന്നു. സച്ചി വന്നു എന്നറിഞ്ഞ് വണ്ടിയുടെ ശബ്ദം കേട്ടതോടെ അമ്മയും അനഘയും ആതിരയും കൂടി അവിടേക്ക് എത്തി. എല്ലാവരും സച്ചി വന്നതിന്റെ സന്തോഷത്തിൽ അരികിലേക്ക് എന്നതും കമലമ്മ വന്ന് ചോദിച്ചു, എടാ മോനെ, നീ ഇന്നലെ എവിടെയായിരുന്നടാ? എത്ര നേരം നിന്നെ വിളിച്ചു, നീ എന്താ ഒന്നും പറയാതെ പോകുന്നത്? ഇനി മുതൽ എവിടെ പോയാലും എന്ത് ചെയ്യാൻ പോയാലും തീർച്ചയായിട്ടും വിളിച്ച് പറഞ്ഞിട്ടേ പോകാവുള്ളൂ. ഇവിടെ തീ തിന്നതിന് കയ്യും കണക്കും ഇല്ല എന്ന് പറഞ്ഞ് ആ അമ്മ സങ്കടം പറയുമ്പോൾ സച്ചി ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഉടനെ സച്ചിക്ക് അരികിലേക്ക് എത്തി കമലമ്മ ചോദിച്ചു, എന്താടാ മോനെ, നിന്റെ മുഖം ആകെ വല്ലാതിരിക്കുന്നത്, ആകെ വിളറിയിരിക്കുകയാണല്ലോ, എന്തു പറ്റി എന്ന് അന്വേഷിച്ചപ്പോ ഒന്നുമില്ലമ്മ എന്ന് പറഞ്ഞ് ബിജുക്കുട്ടനും ആരതിയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അല്ല, ഇവന്റെ മുഖത്തിന് എന്തോ വിളർച്ചയുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ബിജുക്കുട്ടൻ പറഞ്ഞു, അതെ, അതെങ്ങനെ കാണാതിരിക്കും, കാരണം അത്തരത്തിലൊരു യാത്രയായിരുന്നില്ലേ ഇന്നലെ. എത്രയോ വലിയ ഒരു ലോങ് ഡ്രൈവാണ് ഇന്നലെ പോയത്. കാരണം ഇത്രയും ദൂരം കാർ ഡ്രൈവ് ചെയ്യും, അതും ആ തണുപ്പത്തോടെ ഹിൽ സ്റ്റേഷനിലാകെ ഇങ്ങനെ ഡ്രൈവ് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് ഇതല്ലാതെ പിന്നെ എങ്ങനെയാണ്? അപ്പൊ പിന്നെ മുഖമൊക്കെ ഇങ്ങനെ വിളറിയിരിക്കുക അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ എന്ന് ബിജുക്കുട്ടൻ പറയുമ്പോൾ അത് കേട്ട് നിന്ന സ്നേഹ ചോദിച്ചു, ആഹാ, അപ്പോ ഇത്ര പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഏത് ഹിൽ സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത് എന്നതായിരുന്നു സ്നേഹയുടെ സംശയം. സ്നേഹ ആകെ സംശയത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയതും ബിജുക്കുട്ടൻ പറഞ്ഞു, അതെ, ഇതുവഴി നേരെ കുമളി പോയി, അവിടെ നിന്ന് നേരെ മൂന്നാർ, എന്നിട്ട് അവിടുന്ന് കാന്തല്ലൂര്, അങ്ങനെയാ ഞങ്ങൾ പോയത് അല്ലടാ എന്ന് പറഞ്ഞ് വേഗം കാര്യങ്ങൾ ഒന്ന് വളച്ചൊടിച്ചുകൊണ്ട് ബിജുക്കുട്ടൻ ഇനിയും സംശയം വരാത്ത രീതിയിൽ അവരോട് സംസാരിച്ചു. ഉടനെ തന്നെ സച്ചി പറഞ്ഞു, അതെ, എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞ് വല്ലാത്ത ക്ഷീണം എന്ന് പറഞ്ഞ് സച്ചി മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ആകെ സംശയപ്പെട്ട് നോക്കുന്ന നേരത്ത് പിന്തിരിഞ്ഞിട്ട് സച്ചി പറഞ്ഞു, അതെ, എനിക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം, ആരും തൽക്കാലം എന്നെ ഒന്ന് ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് സച്ചി അകത്തേക്ക് കയറിപ്പോയി. സച്ചിയുടെ ആ ടെൻഷനും വിഷമമൊക്കെ കണ്ടപ്പോൾ കമലമ്മ ചോദിച്ചു, എന്തു പറ്റി മോനെ? മോളെ, കുറെ ദിവസമായി അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, മോൾക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇതുപോലെ രാത്രി കാലങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഓവർ ടൈം ആയിട്ട് എടുത്തുകൊണ്ടുള്ള ഈ ഓട്ടോ ഒന്നും വേണ്ടതേ,
പാതിരാത്രി മുഴുവൻ ഇങ്ങനെ ഓടിയിട്ട് എന്ത് 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 നേട്ടമാ ഉള്ളത്? വെറുതെ ആരോഗ്യം നശിപ്പിച്ച് കാശുണ്ടാക്കിയിട്ട് എന്തിനാ എന്ന് ചോദിച്ച് കമലമ്മ ആരതിയോട് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം കേട്ടതും ആരതി പറഞ്ഞു, സച്ചിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി സച്ചി നോക്കിക്കോളും എന്ന് ആരതി അറിയിക്കുമ്പോഴേക്കും ഉടനെ അടുത്ത് നിന്ന് ബിജുക്കുട്ടൻ പറഞ്ഞു, വക്കീലേ, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ, എനിക്ക് ഇപ്പോൾ ഒരു ഓട്ടോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ, അതെ, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പോകണ്ട, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പിടിച്ചു നിർത്താനായി കമലമ്മ ഒരുങ്ങിയപ്പോഴേക്കും ബിജുക്കുട്ടൻ പറഞ്ഞു, അയ്യോ അമ്മേ, എനിക്ക് വേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഓട്ടം പോകാനുള്ളതാ, അതും സമയമായി, ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല, അപ്പൊ വക്കീലെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ബിജുക്കുട്ടൻ പോകാൻ തുടങ്ങിയത് ഉടനെ അടുത്ത് നിന്ന് ആരതി പറഞ്ഞു, അയ്യോ ബിജുക്കുട്ടൻ പോകാതെ ഞാനും എന്ന് പറഞ്ഞ് ആരതി പോകാൻ തുടങ്ങുമ്പോഴേക്കും ആരതിയുടെ കയ്യിൽ കമലമ്മ കടന്നു പിടിച്ചു. അതെ, മോളെ ഞാനിപ്പോ വിടുന്നില്ല, നീ പൊക്കോടാ, മോളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മോള് പോയാൽ മതി എന്ന് പറഞ്ഞ് ആരതിയെ ബലമായി കമലമ്മ പിടിച്ചു നിർത്തി. ബിജുക്കുട്ടൻ അപ്പോഴേക്കും യാത്ര പറഞ്ഞ് വണ്ടിയും എടുത്ത് ബിജുക്കുട്ടൻ അവിടെ നിന്ന് മടങ്ങി. ഈ സമയത്ത് ആരതി ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോഴേ ആരതിയും കമലമ്മയും കൂടി നേരെ അകത്തേക്ക് കയറി പോന്നു. അപ്പോഴാണ് അർച്ചന കിച്ചണിൽ വന്നിട്ട് സച്ചിയെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളും സച്ചി വേദനയോടെ പോയതുമൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴേക്കും അടുപ്പത്ത് പാല് തിളച്ചു തൂക്കിയിട്ടും അർച്ചന അതറിയാതെ പോകുന്നു. കിച്ചണിലേക്ക് വന്ന ശോഭ ആ കാഴ്ച കണ്ടു. പാല് തിളച്ചങ്ങനെ തൂകി പോകുന്നത് കണ്ടതും അരികിലേക്ക് ഓടിയെത്തി ഗ്യാസ് നിർത്തിയിട്ട് ശോഭ പറഞ്ഞു, മോളെ അതേ പാല് തിളച്ചു തൂകുന്നു, അയ്യോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞെട്ടലോടെ ഗ്യാസ് ക്ലീൻ ചെയ്യാനായിട്ട് അർച്ചന ഒരുങ്ങുമ്പോഴേക്കും ശോഭ പറഞ്ഞു, വേണ്ട, മോളൊന്നും ചെയ്യണ്ട, അമ്മ ക്ലീൻ ചെയ്തോളാം, മോളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണല്ലോ, ആ ശിവയുടെ ആശ്രമത്തിൽ പോയി വന്നതിന് ശേഷം മോള് ആ പഴയ സമൃദ്ധിയല്ല, എന്തു പറ്റി, മോൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അതെ, എൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമാണമ്മേ, എനിക്കറിയില്ല എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, പക്ഷെ ഒന്നു മാത്രം അറിയാം, നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ശരിക്കും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, മോൾ എന്തൊക്കെയാ പറയുന്നത്, മോള് ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, ഗോകുലിന്റെ ഭാര്യയല്ലേ എൻ്റെ മോള്, അപ്പൊ പിന്നെ നീ ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ ഐശ്വര്യവും വിളക്കവുമാണ് എന്നൊക്കെ അർച്ചനയോട് പറയുമ്പോ അത് കേട്ട അർച്ചന പറഞ്ഞു, ഇല്ലമ്മേ, ഇതൊക്കെ അമ്മ വെറുതെ പറയുന്നതാ, സത്യത്തിൽ ഇവിടെയുള്ള എല്ലാവരും ഞാൻ മൂലം കഷ്ടപ്പെടുകയാ, ഗോകുലിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും സങ്കടവും എന്ന് പറഞ്ഞ് അർച്ചന ആകെ ടെൻഷനോടെ ശോഭയോടെ കാര്യങ്ങൾ പറയുന്നു. ശോഭ അതെല്ലാം കേട്ടിട്ട്, എന്താ മോളെ, എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ശിശിരയും അവിടേക്ക് എത്തി. എന്തു പറ്റി എന്ന് ചോദിച്ചതും, അല്ല, മോളുടെ മനസ്സാകെ അസ്വസ്ഥമാണെന്നും മോള് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്നും മോള് പറയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശോഭ പറയുന്നത് കേട്ട് എന്തു പറ്റിയെന്ന് ശിശിര അർച്ചനയോട് അന്വേഷിച്ചു. ഉടനെ ശിശിരയോട് അർച്ചന പറഞ്ഞു, ശിശിരേശി, നിങ്ങളുടെ ആരുടെയും സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് അത് എൻ്റെ മനസ്സ് എന്നെ അടിക്കടി ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് വേദനയോടെ അർച്ചന അങ്ങനെ നിൽക്കുമ്പോൾ മോൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് സങ്കടത്തോടെ ശോഭ അന്വേഷിച്ചു. അപ്പോഴേക്കും ചില സംശയങ്ങൾ ശിശിരയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോൾ അടുത്ത് നിന്ന് അർച്ചന പറഞ്ഞു, അമ്മേ, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോഴേക്കും ശിശിര ശോഭയോട് പറഞ്ഞു, അമ്മേ, ഒരു കാര്യം തീർച്ചയാ, അവളിൽ എന്തോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവൾക്ക് എന്തൊക്കെയോ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അവൾക്ക് എന്തൊക്കെയോ ഓർമ്മ വന്നതുപോലെയാണ് അവളുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ, എന്തായാലും അവളെ ഒന്ന് സൂക്ഷിക്കണമെന്ന് ശിശിര ശോഭയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അപ്പോഴായിരുന്നു സച്ചി മുറിയിലെത്തി ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിക്കരികിലേക്ക് ആരതി എത്തിയത്. സച്ചി ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിയുടെ അടുത്തേക്ക് എത്തിയിട്ട് ആരതി പറഞ്ഞു, സച്ചി, എന്തായാലും ജീവിതത്തിൽ ഇത്രയേറെ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചല്ലോ, എങ്കിലും അതെല്ലാം തരണം ചെയ്ത് അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി കാത്തു നിന്നപ്പോ അവർ തന്റെ അരികിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് സച്ചി ഇങ്ങനെ ഒരു കടുംകൈക്കായി മുതിർന്നത് എന്ന് ആരതി അന്വേഷിച്ചു. ഉടനെ സച്ചി പറഞ്ഞു, ഇല്ല വക്കീലെ, ഇനി എനിക്ക് അവളെ തിരിച്ചു കിട്ടില്ല, എൻ്റെ അച്ഛനെ എനിക്ക് കിട്ടില്ല, അവളെ എനിക്ക് പൂർണ്ണമായും നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു, അതാണ് കഴിഞ്ഞ ദിവസം പാർക്കിൽ വെച്ച് സംഭവിച്ചത് എന്ന് സച്ചി വേദനയോടെ പറഞ്ഞപ്പോ ആരതി ചോദിച്ചു, എന്താ എന്താ ശരിക്കും പാർക്കിൽ വെച്ചുണ്ടായത്? ഉടനെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ശശി വിശദമായി ആരതിയോട് പറയുന്നു. അർച്ചന തന്നെ കണ്ടിട്ട് തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നും തന്നോട് പറഞ്ഞത് ഇനിയും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയാണെങ്കിൽ തൻ്റെ മരണം കാണേണ്ടി വരുമെന്നുമായിരുന്നു. ആ ഒരു വാക്ക് വല്ലാതെ എന്നെ തളർത്തിക്കളഞ്ഞു. അവൾ എന്തിനു മരിക്കണം? മരിക്കേണ്ടവൻ ഞാനല്ലേ? എന്നെ ഇപ്പോൾ അവളുടെ ഭർത്താവാണ് ഞാൻ, അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനാണ് ഞാൻ. എന്നിട്ടോ അവളുടെ ജീവിതത്തിൽ എനിക്ക് യാതൊരു സ്ഥാനവുമില്ല. എനിക്ക് എന്നെക്കുറിച്ച് ഒരു ഓർമ്മ പോലും അവളുടെ മനസ്സിലില്ല. പിന്നെ എന്തിനാണ് വക്കീലെ ഞാനിങ്ങനെ ജീവിക്കുന്നത്? എൻ്റെ ലോകമെന്ന് പറയുന്നത്, ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഏറെ ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് എൻ്റെ അർച്ചനയും എൻ്റെ കുഞ്ഞിനെയുമാണ്. എന്നിട്ട് അവർക്ക് എന്നെ വേണ്ട, എൻ്റെ കുഞ്ഞിനെന്നെ വേണ്ട.
ആ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൂടി എനിക്ക് കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം? ഒരു സാധാരണ മനുഷ്യ ജന്മത്തിൽ ഉണ്ടാകുന്ന അതേപോലെയുള്ള എല്ലാ ദൗർബല്യങ്ങളും എല്ലാ വികാരങ്ങളും എനിക്കുമുണ്ട്. എന്നിട്ടും എൻ്റെ മോളെയോ എൻ്റെ ഭാര്യയെയോ ഒന്ന് തിരിച്ചറിയാനോ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ എനിക്ക് കഴിയുന്നില്ല. അവരെൻ്റെ മുന്നിലുണ്ടെങ്കിൽ പോലും. അങ്ങനെയുള്ള എൻ്റെ ഈ ജീവിതം കൊണ്ട് എന്താണ് നേട്ടം? എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഈ ജീവിതം വേണ്ടെന്ന് വെച്ചത്. സത്യത്തിൽ തെറ്റുപറ്റിയത് ആ തുറയിലുള്ളവർക്കാണ് എന്ന് പറഞ്ഞ് ശശി വേദനയോടെ ആരതിയോട് തന്റെ സങ്കടങ്ങൾ പറയുമ്പോൾ അത് കേട്ട് നിന്ന് ആരതി പറഞ്ഞു, സച്ചി, ഇങ്ങനെ മനസ്സിനെ തളർത്തി കളയരുത്, എല്ലാം ശരിയാകുമെന്ന് സച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ. ഉടനെ തന്നെ അർച്ചനയ്ക്ക് ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടും. സച്ചി അങ്ങനെ ഒരു വിശ്വാസത്തിൽ എത്തിച്ചേരണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവൂ. സച്ചി ഇനിയെങ്കിലും സച്ചി ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ തയ്യാറാകരുത്. ഇപ്പോൾ തന്നെ ഇവിടേക്ക് മടങ്ങിയെത്തിയപ്പോൾ അമ്മയും മറ്റുള്ളവരുമൊക്കെ എത്ര പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയാണ് കാത്തിരുന്നെന്നുള്ള കാര്യം സച്ചി കണ്ടതല്ലേ. അവരുടെ മനസ്സും ചിന്തകളും അവരുടെ പ്രാർത്ഥനകളുമൊക്കെ സച്ചിക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും സച്ചി ഇത്തരം കടുങ്കയൊന്നും ചെയ്യരുത്. അവരെയെങ്കിലും ഓർക്കണം. പിന്നെ സച്ചിയുടെ ജീവിതത്തിൽ അർച്ചനയും കുഞ്ഞും മടങ്ങി വരാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് ആരതി പറയുമ്പോൾ അർച്ചനയും കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ ജീവിതം തകർക്കാനായി, ജീവിതം എന്നേക്കുമായി ഇല്ലാതാക്കാനായി ശ്രമിച്ച സച്ചിയെ വേദനയോടെ നോക്കുകയാണ് ആരതി. സച്ചിയുടെ സ്നേഹം സച്ചിയെ തിരിച്ചറിയാതെ അർച്ചന മുന്നോട്ട് പോകുമ്പോൾ സച്ചി ജീവിതം അവസാനിപ്പിക്കാനായി ഒരുങ്ങി. എന്നാൽ തൊട്ടടുത്ത് നിന്ന് സച്ചിയെ മാത്രം സ്നേഹിക്കുന്ന, സച്ചിയോട് മാത്രം അങ്ങനെ ഒരു സ്നേഹവും അടുപ്പവും തോന്നിയ ഈ എന്നെ സച്ചി തിരിച്ചറിയാതെ പോയല്ലോ. സച്ചിയെ മാത്രം സ്നേഹിക്കുന്ന എൻ്റെ മനസ്സ് സച്ചി കണ്ടില്ലല്ലോ. അങ്ങനെ ഓർത്ത് വേദനയോടെ സച്ചിയെ നോക്കുകയാണ് ആരതി. ഉടനെ സച്ചി ആരതിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, വക്കീലിനെ പോലെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ജീവനോടെ ഉള്ളത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനു മുൻപേ തന്നെ ഞാൻ തീർന്നു പോകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ഉടനെ തന്നെ ആരതി സച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സച്ചി ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും സച്ചിക്ക് നല്ലൊരു സുഹൃത്തായി എപ്പോഴും ഞാനുണ്ടാവും. ഏത് പ്രതിസന്ധിയിലും ഏത് അവസ്ഥയിലും സച്ചിയുടെ ഒരു നല്ല സുഹൃത്തായി എപ്പോഴും ഈ ആരതി കൂടെ തന്നെ ഉണ്ടാവും. ഇത് ഈ ആരതിയുടെ വാക്കാണെന്ന് പറഞ്ഞ് സച്ചിയുടെ കൈകളിൽ പിടിച്ച് ധൈര്യം നൽകിക്കൊണ്ട് ആരതി സച്ചിയോട് സംസാരിക്കുന്നു. സച്ചി ആരതിയുടെ വാക്കുകൾ കേട്ട് ആശ്വാസത്തോടെയും സമാധാനത്തോടെയും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിരിക്കുന്നു.